അധ്യക്ഷ ISMന്റെ വൈസ് പ്രസിഡന്റ് ജാബിർ അമാനി, ഈ യുവപക്ഷത്തിൽ നിറസാന്നിധ്യമായി ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഏവർക്കും സോൾഡാറ്റ് യൂത്ത് മൂവ്മെന്റ് ഊഷ്മളമായ അഭിവാദ്യം അർപ്പിക്കുകയാണ്. തകരുന്ന ധാർമ്മികത, അരക്ഷിത സമൂഹം, ഇനിയും നാം നിശബ്ദരാവുകയോ എന്ന ചോദ്യം ഞാൻ മനസ്സിലാക്കുന്നു ISM ഉയർത്തിയത് വിശുദ്ധ ഖുർആനിൽ നിന്ന്, മതത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് വളർന്നു വന്ന, മതത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് വളർത്തിയെടുത്ത ഇസ്ലാം എന്ന പ്രത്യയശാസ്ത്രത്തിന്റെ ഉൾക്കരുത്തുകൊണ്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ തന്നെയാണ്. KK ഹനീഫ് പ്രഭാഷണം ആരംഭിച്ചതിൽ നിന്ന് ഞാൻ ആരംഭിക്കട്ടെ. മതം എന്ന് പറയുന്നത് ഇങ്ങനെ ചോദ്യം ചെയ്യണമെങ്കിൽ, സാമൂഹിക വിഷയത്തിൽ ഇടപെടണമെങ്കിൽ, ധാർമ്മിക വിഷയത്തിൽ ഇടപെടണമെങ്കിൽ മതത്തിന് അസാധ്യമാണ് എന്ന ചിന്തയിൽ നിന്ന്, എന്ന ഒരു ചിന്ത ഈ രാജ്യത്ത്, ലോകത്ത് പടർത്തിവിട്ട ഒരു പുകപടലങ്ങളിൽ നിന്നാണ് സഹോദരൻ അനീഫ് സംസാരിച്ചത്. ഞാൻ പറയുന്നു, സഹോദരൻ അനീഫ് തിരിച്ചറിയണം, ലോകത്തെ ഒരു വിമോചനാത്മകമായ മതത്തെക്കുറിച്ച്, ഇസ്ലാമിന്റെ സുന്ദരമായ ധാർമ്മിക വിപ്ലവത്തിന്റെ ഒരു പുതിയ ലോകത്തെക്കുറിച്ച് ലോകം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ലോകം ഇങ്ങനെ ദർശിച്ചുകൊണ്ടിരിക്കുമ്പോൾ, തീർച്ചയായിട്ടും ISMനോടൊപ്പം തന്നെ ISMനെ ഈ ഒരു ചർച്ചയ്ക്ക് പ്രചോദിപ്പിച്ചത്, അവർ ഉന്നയിച്ച ചോദ്യം, നിങ്ങൾ നിശബ്ദരാകുമോ എന്നത് കേവലമായ ISMന്റെ ഏതോ ആശയമല്ല, വിശുദ്ധ ഖുർആനിന്റെ ഒരു ചോദ്യമാണ്. മാ ലക്കും ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹ്. മതത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് രാഷ്ട്രീയത്തിലെത്തണം, ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യപ്പെടണം എന്ന് പറയുന്ന ഒരു വിഷയത്തെയാണ് ISM ആദ്യമായി ചോദ്യം ചെയ്തത്. ഇസ്ലാമിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട്, വിശുദ്ധ ഖുർആനിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ടാണോ ഇന്നത്തെ കാര്യങ്ങളിൽ ശ്രമിക്കുന്നത്? തീർച്ചയായിട്ടും ഈ ശ്രമത്തെ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് വളരെ ഗൗരവത്തോടുകൂടി കാണുകയും എല്ലാ അർത്ഥത്തിലുള്ള അഭിവാദ്യം അർപ്പിക്കുകയും ചെയ്യുന്നു. ഞാനിവിടെ പ്രത്യയശാസ്ത്രപരമായ ഒരു ചർച്ചക്കല്ല എൻ്റെ സമയം ചെലവഴിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. വളരെ കുറച്ച് മാത്രം 2-3 വാക്കുകൾ പറയാൻ വേണ്ടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ പ്രത്യയശാസ്ത്രമായ ചർച്ചയല്ല ISM ഉദ്ദേശിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തകരുന്ന ധാർമ്മികതക്കും അരക്ഷിത സമൂഹത്തിനും നമുക്കെന്ത് പരിഹാരം എന്നതാണ് ISM ആലോചിക്കുന്നത്, ചിന്തിക്കുന്നത് എന്നാണ് ഞാൻ തിരിച്ചറിയുന്നത്. അവിടെയാണ് ഫിറോസ് അവസാനിപ്പിച്ച ഒരു വിഷയം, ധാർമ്മികമായ ഒരു സമൂഹത്തിന്റെ വളർച്ച അനിവാര്യമാണ്. ആ ധാർമ്മികത എവിടെ നിന്ന് ആരംഭിക്കണമെന്ന ചോദ്യത്തിനാണ് ഫിറോസ് അവസാനിപ്പിച്ചത്. സ്വന്തത്തിൽ നിന്ന് ആരംഭിക്കണം. സ്വയം മാറാത്ത ഒരാളെ, സ്വയം അങ്ങനെ മാറണമെന്ന് ആഗ്രഹിക്കാത്ത ഒരാളെ ദൈവം പോലും, പടച്ചവൻ പോലും മാറ്റുകയില്ല എന്ന വിശുദ്ധ ഖുർആനിന്റെ ആഹ്വാനം ഞാൻ അതിനെ അടിസ്ഥാനമായി എഴുതി ചേർക്കുകയാണ്. അങ്ങനെ സ്വന്തത്തിൽ നിന്ന് ധാർമ്മികത ആരംഭിക്കണം. ഞാൻ മനസ്സിലാക്കുന്നു, അങ്ങനെ ധാർമ്മികത സ്വന്തം ജീവിതത്തിൽ വളർത്തിയെടുക്കുവാൻ, മുന്നോട്ട് കൊണ്ടുപോകാൻ എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് സാധ്യമാവുക എന്ന് ചോദിച്ചാൽ, അവിടെയാണ് ഞാൻ ISMനെ വീണ്ടും പ്രശംസിക്കുന്നത്, ഈ ചർച്ചയ്ക്ക് നേതൃത്വം കൊടുത്തത്. ഈ ചർച്ച ഇങ്ങനെ തന്നെയാണ് ആരംഭിക്കേണ്ടത് എന്നതിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ്. കാരണം ഈ സമൂഹത്തിലെ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾ, മുഖ്യധാര യുവജന സംഘടനകൾ, അവരെ ഇരുത്തിക്കൊണ്ടാണ് ISM ചോദിക്കുന്നത്, ഇങ്ങനെ ഒരു പ്രശ്നം കൊണ്ട് നമുക്കെന്ത് പരിഹാരം? അവിടെയാണ് എൻ്റെ രണ്ടാമത്തെ വിഷയം. ഈ പ്രശ്നത്തിന്റെ അടിസ്ഥാനപരമായ പരിഹാരം ധാർമ്മിക ബോധമുള്ള ഒരു സൃഷ്ടിപ്പിന് വേണ്ടി ആരാണ് നേതൃത്വം കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, ഓരോരുത്തരും നേതൃത്വം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ മതി. ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾ തീരുമാനിക്കണം. അവർക്ക് ധാർമ്മിക ബോധമുള്ള, സദാചാര ബോധമുള്ള ഒരു നേതൃത്വത്തെ കണ്ടുകൊണ്ട് വളരുവാനുള്ള സാഹചര്യം രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കണം. മതസംഘടന രൂപപ്പെടുത്തിയെടുക്കണമെന്നാകും. ധാർമ്മിക ബോധമുള്ള ഒരു നേതൃത്വം, ധാർമ്മിക ബോധമുള്ള ഒരു നേതൃത്വത്തെ നമുക്ക് ഇന്ന് കാണാൻ കഴിയുന്നുണ്ടോ എന്നത് വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ടതാണ്. അവിടെയാണ് ഞാൻ പറയുന്നത്, ധാർമ്മിക ബോധമുള്ള ഒരു നേതൃത്വം നമ്മുടെ സമൂഹത്തിൽ വളരെ, അതാരായിക്കോട്ടെ, രാഷ്ട്രീയ ഘടനയായിക്കോട്ടെ, മതസംഘടന ആരായിക്കോട്ടെ, അവർ വളർത്തിയെടുക്കുന്ന ഒരു സമൂഹം, പുതിയ സമൂഹം, പുതിയ തലമുറ, അവർ കാണേണ്ടത് ധാർമ്മിക ബോധമുള്ള ഒരു നേതൃത്വത്തെയാണ്. ഞാൻ വിനീതമായി ചോദിക്കട്ടെ, അങ്ങനെ നമുക്ക് മാതൃകായോഗ്യരായ ഒരു നേതൃത്വത്തെ ചൂണ്ടിക്കാണിക്കുവാൻ നമ്മുടെ സാമുദായിക മതസംഘടനകളിൽ നിന്ന്, രാഷ്ട്രീയ കക്ഷികളിൽ നിന്ന് സാധ്യമാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നു, അതല്പം പ്രയാസമാണ്. അവിടെയാണ്
എന്താണ് ഞാൻ എന്റെ ISMന്റെ ഈ ചർച്ചയോട് ഞാൻ സമ്മതിച്ചുകൊണ്ട് സൂചിപ്പിക്കാറുള്ളത്? ഒന്ന്, ആ സ്വഭാവത്തിലുള്ള ധാർമ്മിക ബോധമുള്ള ഒരു നേതൃത്വത്തെ വളർത്തിയെടുക്കുവാൻ അതിന്റെ മുജാഹിദ് പ്രസ്ഥാനവും അതിന്റെ ISMനും സാധിക്കണം. ആ സ്വഭാവത്തിൽ ഒരു സമൂഹത്തെ സംഘടനാപരമായി വ്യക്തിപരമായി അതിനെ സംഘടിപ്പിക്കുവാനും ധാർമ്മിക ബോധമുള്ളവരാക്കി മാറ്റുവാനും നമുക്ക് കഴിയണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ നേരത്തെ അബ്ദുസ്സലാം സമദാനി അടക്കമുള്ള ആളുകൾ വളരെ ഗൗരവത്തിൽ സംസാരിക്കുന്നു. എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം മദ്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ഞാൻ കുറേ സമയം ഇരുന്ന് ആലോചിച്ചു, ആരാ പിന്നെ പ്രശ്നം? ആരാണ് പ്രശ്നം? മദ്യത്തെക്കുറിച്ച് പിന്നെ ഞങ്ങളാണോ നിരോധിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ ഇവിടെ ഞങ്ങളാണോ നിരോധിക്കുക? അബ്ദുസ്സലാം സമദാനി വളരെ ഗൗരവത്തിൽ സംസാരിക്കുന്നു, മദ്യം നിരോധിക്കുന്നില്ല, മദ്യം പ്രശ്നമാണ്, ഇങ്ങനെ പ്രശ്നമിരിക്കുന്നു. നേരത്തെ ഫിറോസും സംസാരിച്ചു, അതിനിടയിൽ സിദ്ദീഖും ഒക്കെയും സംസാരിക്കുന്നു, മദ്യമാണ് പ്രശ്നം, മദ്യമാണ് പ്രശ്നം, എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, എങ്ങനെയായി മദ്യം പ്രശ്നമായത്? ആരാണ് ഇതിന്റെ ഉത്തരവാദി? ISM ആണോ? സോളിഡാരിറ്റി ആണോ? ഇവിടെയുള്ള ആരെങ്കിലാണോ? ആരാണ് ഇതിന്റെ ഉത്തരവാദി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ യഥാർത്ഥ ഇതിന്റെ ഉത്തരവാദികളാണ് പലപ്പോഴും നട്ടം തിരിഞ്ഞ് നടക്കുന്നത് എന്ന ഒരു ദുഃഖകരമായ സാന്നിധ്യമാണ്, സംഭവമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മദ്യം നിരോധിക്കാൻ അധികാരമുള്ളവർ, മദ്യത്തെ നിരോധിക്കുവാൻ സംവിധാനമുള്ളവർ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എങ്ങനെ നിരോധിക്കുന്നില്ല? ഇങ്ങനെ പഴി പറയാനാണോ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ? ഇങ്ങനെ പഴി പറയാനാണോ നമ്മുടെ രാജ്യത്തെ ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ കക്ഷികൾ? നാം തിരിച്ചറിയണം. ഒരു ഗൗരവപ്പെട്ട ഒരു സംഘടന കേരളത്തിൽ മദ്യത്തിനെതിരെ വ്യാപകമായി പ്രചരണം സംഘടിപ്പിച്ചു. പാലക്കാട് പ്രസ് ക്ലബ്ബിൽ ഇതിനെതിരെ പത്രസമ്മേളനം നടത്തിയപ്പോൾ അവിടുത്തെ ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചു, ഈ മദ്യത്തിനെതിരെയുള്ള നിങ്ങളുടെ ക്യാമ്പയിൻ ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ സംഘടനയിലെ മുഴുവൻ ആളുകളും മദ്യം ഉപയോഗിക്കുകയില്ല എന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടി കഴിയൂ? മാറ്റാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു. ആ കൂട്ടത്തിൽ നമ്മുടെ പ്രവർത്തകരും ആവും എന്നൊരു മറുപടിയാണ് പറഞ്ഞത്. അതിൽ നമുക്ക് തിരിഞ്ഞു. ഞാൻ സൂചിപ്പിക്കുന്നത് മദ്യത്തിന് എതിരെ സംസാരിക്കുന്നു. ഈ ധാർമ്മിക ബോധമുള്ള ഒരു സമൂഹത്തിന്റെ സൃഷ്ടിപ്പിലോ ഇവിടെ ധാർമ്മികത, സദാചാര പ്രശ്നങ്ങളും ലൈംഗികപരമായ പ്രശ്നങ്ങളും അതുപോലെ സമൂഹത്തിന്റെ പ്രശ്നങ്ങളുടെ ഒരുപാട് കാരണങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം മദ്യമാണ് എന്ന് ഇവർ സൂചിപ്പിക്കേണ്ടതില്ല. അതിനെ കുറിച്ച് ഞാൻ സൂചിപ്പിക്കേണ്ടത്, അങ്ങനെ നമുക്ക് മദ്യം നിരോധിക്കാൻ വളരെ എളുപ്പമാണ്. മദ്യം നിരോധിക്കാൻ വളരെ എളുപ്പമാണ്. ഇവിടുത്തെ ഇവിടെ വന്നിട്ട് എല്ലാവരും കൂടി പറയാണ്, ഞങ്ങൾ ഇനി മദ്യം കുടിക്കുന്ന ഒരാൾക്ക് മെമ്പർഷിപ്പ് കൊടുക്കൂല എന്ന് കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികൾ, യുവജന സംഘടന തീരുമാനിക്കണം. അങ്ങനെ തീരുമാനിച്ചാൽ അല്ലെങ്കിൽ ഇവിടുത്തെ മതസംഘടന എല്ലാവരും തീരുമാനിക്കും, ഞങ്ങളിനി മദ്യം കുടിക്കുന്ന ഒരാൾക്ക് മെമ്പർഷിപ്പ് കൊടുക്കൂല എന്ന് തീരുമാനിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷെ അത് തീരുമാനിക്കൂല. അപ്പോൾ നമ്മുടെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പം പിന്നെ നമ്മുടെ പാർട്ടിയിൽ ആളുണ്ടാവരൊക്കെ എല്ലാവരും കൂട്ടണം. ഇതാണ് ഈ ഒരു ധാർമ്മിക ബോധത്തിൽ നിന്നുള്ള അടിസ്ഥാനപരമായ ഒരു ചോദ്യത്തിൽ നിന്നാണ്, ചിന്തയിൽ നിന്നാണ് സമൂഹത്തിലേക്ക്. തീർച്ചയായും ISM ഈ വിളിച്ച സദസ്സിനെ ഞാൻ വളരെ ഗൗരവത്തിൽ വീണ്ടും പറയുന്നു, ഒരുപാട് എല്ലാത്തിനും അഭിവാദ്യം ചെയ്തുകൊണ്ട് പറയുന്നു. ഇങ്ങനെ ഒരു ചിന്തക്കാണ് നമ്മൾ തുടക്കം കുറിക്കേണ്ടത്. ഈ ക്യാമ്പയിനുമായി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികളോട്, ഇവിടുത്തെ യുവജന സംഘടന നേതാക്കന്മാരോട്, സ്റ്റേറ്റ് നേതാക്കന്മാർക്ക് എങ്ങനെ തീരുമാനമെടുക്കൂ എന്ന സ്വഭാവത്തിലേക്ക് മാറാം. ഉണ്ട്. രണ്ടാമത്തെ വിഷയം, പലപ്പോഴും ഈ നേരത്തെ വിഷയാവതരണത്തിൽ സൂചിപ്പിച്ച പല പ്രശ്നങ്ങളും ഒരുപാട് ഈ വിഷയത്തിലേക്ക് നീങ്ങുന്ന പല പ്രശ്നങ്ങളും എന്താണ് ഇതിന് കാരണം എന്ന് ചോദിച്ചാൽ ഇവിടെ ഒരുപാട് നിയമങ്ങൾ ഉണ്ടാക്കും. പല പ്രശ്നങ്ങൾക്കും ഒരുപാട് നിയമങ്ങൾ. ആ നിയമങ്ങൾ പലപ്പോഴും ഉത്തരവാദപ്പെട്ട ഭരണകൂടങ്ങൾ നടപ്പിലാക്കുന്നില്ല എന്നൊരു പ്രശ്നമാണ്. നിയമത്തിന്റെ പ്രശ്നമല്ല, അത് നടപ്പിലാക്കുന്നില്ല എന്ന് മാത്രമല്ല, നടപ്പിലാക്കാൻ അധികാരമുള്ളവർ ഇതിന് ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നതാണ് നേരത്തെ വിഷയാവതരണത്തിൽ മണിപ്പൂരിലെ സൂചനകൾ നൽകിയത്. ഇത് മണിപ്പൂർ മാത്രമല്ല, പലപ്പോഴും ഉത്തരവാദപ്പെട്ട സർക്കാരുകൾ ഇത് ആരുടെ പക്ഷത്ത് നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ സത്യസന്ധമായി പറഞ്ഞാൽ ഇവിടെ ഇതിനു വേണ്ടി തുനിഞ്ഞിറങ്ങിയ ഒരു വൃത്തികെട്ട പക്ഷത്ത് നിൽക്കുകയാണ്. അവർക്ക് വേണ്ടി സംസാരിക്കാനും അവർക്ക് വേണ്ടി സംരക്ഷിക്കുവാനും ആവശ്യമായ സംവിധാനങ്ങളാണ് പലപ്പോഴും നമ്മുടെ രാഷ്ട്രീയ സാമൂഹ്യ നേതൃത്വം കാണിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ ഭരണകൂടം കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തിരിച്ചറിയാം. നേരത്തെ നമ്മുടെ സൈറ്റ് പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞു. ഒരുപാട് സൈറ്റുകൾ ചൈനയെ കുറിച്ചിട്ട് ഇതിനിടയ്ക്ക് വന്നൊരു വാർത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ ചൈനയിൽ ഓരോ വർഷവും ധാരാളം സൈറ്റുകൾ, ഈ അർത്ഥത്തിലുള്ള വൃത്തികെട്ട സൈറ്റുകൾ ഇങ്ങനെ നിരോധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പലപ്പോഴും ഞാനും ഫിറോസ് തന്നെ പങ്കെടുത്ത കഴിഞ്ഞ ഒരു ചർച്ച ഉണ്ടായിരുന്നു ഈ ഡൽഹിയുമായി പശ്ചാത്തലത്തിൽ. അന്നും ഞാൻ വളരെ ഗൗരവത്തിൽ MLA മാരുണ്ടായിരുന്നു, ബലറാം.
ഞാനന്ന് സൂചിപ്പിച്ചത് ബലറാമെ വെറുതെ ഇങ്ങനെ പിന്നെ വെറുതെ കണ്ണീരൊഴുകിക്കാരും എടുക്കണം. ഇവിടെ അധാർമികത പരക്കുവാൻ, ഇവിടെ സദാചാരപരമായ ജീവിതത്തിൽ നിന്ന് മനുഷ്യർ തെറ്റിച്ച് കളിക്കുവാനുള്ള ഒരുപാട് സംവിധാനങ്ങൾ ഉണ്ടാക്കുക, ഒരുപാട് സംവിധാനങ്ങൾ. അതിനാവശ്യം അശ്ലീലതകൾ, ഞാൻ സൂചിപ്പിച്ച അശ്ലീലതകൾ, എല്ലാ അശ്ലീലതക്കുമ്പോഴുള്ള എല്ലാ നിർലജ്ജം ഇവിടെ വ്യവഹരിക്കുവാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടാക്കിയെടുക്കുക. അത് നിരോധിക്കേണ്ടവർ, അത് കൈകാര്യം ചെയ്യേണ്ടവർ അവർ മൗനം അവലംബിക്കുക. അതിന്റെ കൂടി സൃഷ്ടിയാണ് നമ്മുടെ സമൂഹം ഇങ്ങനെ എത്തിപ്പെട്ടത് എന്ന് നാം തിരിച്ചറിയണം. അതുകൊണ്ട് ഉത്തരവാദപ്പെട്ട സർക്കാരുകളോട്, ഉത്തരവാദപ്പെട്ട ഭരണകൂടങ്ങളോട് ഇത് യാഥാർത്ഥ്യമാക്കാൻ ആവശ്യമായ പോരാട്ടത്തിനു കൂടി ISM സന്നദ്ധമാവണം എന്നതാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. അങ്ങനെ ഒരു പോരാട്ടം നമുക്ക് നടക്കേണ്ടതുണ്ട്. ഒരു ഭാഗത്ത് സമൂഹത്തിലെ നമ്മൾ വളർന്നു വരുന്ന യുവാക്കളെ ആ സ്വഭാവത്തിൽ ധാർമ്മിക ബോധമുള്ളവരാക്കി മാറ്റുവാൻ നമുക്ക് കഴിയും. അങ്ങനെ കയറ്റുകയും അതോടൊപ്പം തന്നെ നമ്മുടെ സംഘടനാ നേതൃത്വങ്ങളിൽ, നമ്മുടെ സമൂഹത്തിലെ സംഘടനാ നേതൃത്വങ്ങൾ മാതൃകായോഗ്യരായ ആളുകളായി നമ്മൾ വളർന്നു വരികയും അതോടൊപ്പം തന്നെ സാമൂഹിക തിന്മകൾ സമൂഹത്തിൽ നിർലജ്ജം വിഹരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ ഉത്തരവാദപ്പെട്ട ആളുകളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാനും വേണ്ടിയുള്ള ബോധപൂർവമായ സമര പ്രവർത്തനങ്ങളിലും നമ്മൾ ഇറങ്ങി മുന്നോട്ട് പോകണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അങ്ങനെ നമുക്ക് ഒരുമയോടുകൂടി, യോജിപ്പോടുകൂടി, തീർച്ചയായും ഞാൻ അഭിനന്ദിക്കുന്നു ISM. ഇങ്ങനെ നമുക്ക് ഒരുമയോടുകൂടി നമുക്ക് മതം മാറ്റി വെക്കേണ്ടതില്ല, മതത്തിൽ നിന്നുകൊണ്ട് തന്നെ ശബ്ദിക്കാൻ വേണ്ടി കഴിയുമെന്ന് കുറെ കാലമായിട്ട് ഇങ്ങനെ കേരളത്തിൽ തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ പ്രതിനിധി എന്നാൽ കൂടി ഞാൻ സൂചിപ്പിക്കട്ടെ. നമുക്ക് നമ്മുടെ ആ ഐഡന്റിറ്റി കാത്തുസൂക്ഷിച്ചുകൊണ്ട് തന്നെ സമൂഹത്തിൽ ഇടപെടുവാനും സമൂഹത്തിൽ ശബ്ദിക്കുകയും ചെയ്യുന്ന ഒരു സംഘമായി നമുക്ക് മാറാം. അവിടെ നമുക്ക് തൽക്കാലം നമ്മുടെ അഭിപ്രായ വ്യത്യാസങ്ങളെ അല്പം മാറ്റിവെച്ചുകൊണ്ട് സമൂഹത്തിന്റെ പുരോഗതിക്ക് വേണ്ടി, നാടിന്റെ പുരോഗതിക്ക് വേണ്ടി നമുക്ക് ഒരുമിക്കുവാൻ വേണ്ടി കഴിയണം. ആ അർത്ഥത്തിലുള്ള എല്ലാ ശ്രമങ്ങൾക്കും എല്ലാ അർത്ഥത്തിലും പിന്തുണ അർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് സോളിഡാരിറ്റിയുടെ എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.